ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലിക്കുട്ട വീട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാണുമായിരിക്കും അല്ലേ, നമ്മൾ ഡെലിവറി കഴിഞ്ഞു. നമുക്ക് ബോയ് ബേബിയാണ്. 3 ആൺകുട്ടികളാണ് ഗൈസ്. എനിക്ക് 3 ആൺകുട്ടികളുടെ അമ്മയാണ് ഗൈസ് ഞാൻ. അതൊക്കെ പെൺകുട്ടികളൊന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എന്തോ നമുക്ക് ആൺകുട്ടി തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ നല്ല രസമായിരിക്കുമല്ലേ, അറിയത്തില്ല എന്താകുമെന്ന്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് 3 ആൺകുട്ടികളുടെ അമ്മയോ 3 ആൺകുട്ടികളെന്ന്. ഈശ്വരാ. പിന്നെ എനിക്ക് C-സെക്ഷൻ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പെയിനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ജോലിയും കൂടെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ബാക്കി ഇനി കുറേ ഓരോ വിശേഷങ്ങൾ നമുക്കിനി കാണാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും മുമ്പോട്ട് ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് കുറച്ച് ഹോസ്പിറ്റലിലെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ വരുന്നത് നമ്മുടെ ചേട്ടായി അനിയമ്മാവിനെ കാണാൻ വരുന്ന ഇൻട്രോ കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കണേ. അയ്യോ, ഇതിന് കഴിഞ്ഞിട്ട് ചാവെടുക്കാനായിട്ട് കുഞ്ഞാവ പിടിച്ച് തിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയപ്പോഴാണ് ലാസ്റ്റായിട്ട് കുഞ്ഞിനെ ഞാൻ കാണുന്നത്, അല്ലൂട്ടനെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പോഴാട്ടോ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. ഡെലിവറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അവനെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റിലായിരുന്നു. എൻ്റെ കാറ് പോവുകയൊക്കെയാണ് ആദ്യം ആ വീഡിയോയിൽ കേട്ടത് കേട്ടോ. പിന്നെ ചേട്ടായി ആണെങ്കിൽ കുഞ്ഞാവിനെ കാണുന്നതിൻ്റെ എക്സൈറ്റിൽ എനിക്ക് ഇതും കൂടെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അവൻ അത്ര വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും കുഞ്ഞിനെ കണ്ടതിന് ഭയങ്കര സന്തോഷം. അവൻ എന്നെ കണ്ടതിലൊക്കെ ഒരുപാട് ഹാപ്പിയായെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ എടുക്കാനായിട്ടാണ് അവൻ ആദ്യം കൈ പൊക്കിയത്. പാവം, എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ. അതിനുശേഷം പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ എനിക്ക് കാണാൻ പറ്റുമെന്നോ ഇങ്ങനെ ഇതൊരു വീഡിയോ ഉണ്ടാവുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ചേച്ചി തന്നെ എടുത്ത വീഡിയോ ആണ്. ചേച്ചി എന്തോ ഫോണിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ആ സമയത്ത് ഞാനിങ്ങനെ വിളിച്ചു എടുക്കാനായിട്ട്, എന്നെ എണീപ്പിക്കാനായിട്ട്. അപ്പോഴാണ് ചേച്ചി ഇത് വീഡിയോ വെച്ചിട്ട് ചേച്ചി ഇങ്ങോട്ട് എണീറ്റ് വന്നത്. പക്ഷെ അതെന്തായാലും എനിക്ക് ഉപകാരമായി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇവരെപ്പറ്റി പറയാനാണെങ്കിൽ. എൻ്റെ അമ്മയും ചേച്ചിയും എൻ്റെ 3 ഡെലിവറിക്കും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന 3 ഡെലിവറിക്കും 2 പേര് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരാഴ്ചയോളം എന്നെ ഒരു കുഞ്ഞിനെ നോക്കണ പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് 2 പേര്, അമ്മയും ചേച്ചിയും. പറഞ്ഞ വാക്കുകൾ പറയാനില്ല. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്കുണ്ടാകുന്ന അനുഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നഴ്സുമാരും ഡോക്ടർമാരും വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു തനിയെ എഴുന്നേക്കാൻ ശ്രമിക്കണം, ഒരാളുടെ ഹെൽപ്പില്ലാതെ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ചേച്ചി വീഡിയോ എടുത്തതാണ്. ഒരു 10-15 മിനിറ്റോളം ഞാൻ എടുത്തു ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അവസാനം എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് അമ്മ ഓടി വന്ന് എന്നെ പിടിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരി കണ്ടുകൊണ്ട് ചേച്ചി അടുത്തേക്ക് വന്ന് ഫോക്കസ് ചെയ്ത് വീഡിയോ പിടിക്കുവാണ് കേട്ടോ. കാരണം എന്നതാ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തൊക്കെയോ പറഞ്ഞ് ഇതുപോലത്തെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റുകളും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. 2 പേരും കോമഡി ആയിരുന്നു. അമ്മയും ചേച്ചി വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഭയങ്കര കോമഡി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്വയം നമ്മൾ നടക്കാനും
ശ്രമിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങിയതിൻ്റെ വീഡിയോ ആണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ചാർജ് വീഡിയോസ് നമ്മുടെ ഇത്രയേ ഉള്ളൂ. അടുത്ത നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.